റൊമാൻസ് ഇൻ ദ ബൈബിൾ, വേദപുസ്തകത്തിലെ പ്രേമം, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. വളരെ ആഴമേറിയ ഒരു ടോപ്പിക്കിലേക്കാണ് ഞാൻ കയറുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം കുടുംബജീവിതത്തെക്കുറിച്ചും, കുടുംബജീവിതം തുടങ്ങുന്നത് ഒരു കമനന്റ് ബേസിസിലാണെന്നും, അതായത് ഉടമ്പടിയുടെ ബേസിസിലാണെന്നും, ദൈവത്തിന് വിവാഹമോചനം അല്ലെങ്കിൽ ഡിവോഴ്സ് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെന്നും വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവം പറഞ്ഞു കഴിഞ്ഞു. ഇനി ദൈവത്തിൻ്റെ ചിന്ത എന്താണെന്ന് അറിയണ്ടേ? എന്താണ് ദൈവം ചിന്തിച്ചത്? ഇതിൽ ദൈവത്തിൻ്റെ പാഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രേമത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വേദപുസ്തകം ഒരു പ്രേമത്തിൻ്റെ ബുക്ക് തന്നെയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കി, ആഴമേറിയ നമുക്ക് കിട്ടിയിരിക്കുന്ന ആഴമേറിയ സ്നേഹവും പ്രേമവും ഒക്കെ ദൈവത്തിൻ്റേത് തന്നെ. പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം നമുക്കറിയത്തില്ല. അത് അതിര് കവിഞ്ഞു പോകുമ്പോൾ അത് പാപമായി മാറും. പക്ഷെ ദൈവത്തിനറിയാം എങ്ങനെയാണ്. ഈ സോങ്സിൽ ഉത്തമ ഗീതത്തിൽ ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഗീതത്തിൻ്റെ ശലോമോൻ ആത്മാവിൽ എഴുന്നേറ്റ് കേൾക്കണം. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകും. ശലോമോൻ്റെ ഉത്തമഗീതമാണ്. അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകും. നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ പിന്നാലെ എന്നെ വലിക്കാൻ നാം ഓടിപ്പോകാം. നമ്മളെ ഈ പ്രേമത്തിന് വലിക്കണം. ഹാവ് യു എവർ തോട്ട് ദാറ്റ്? ഇതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പ്രേമം ഉണ്ടെങ്കിൽ പെൺമക്കൾ ഏത് മതിലും ചാടി അപ്പുറത്ത് പോകുന്ന വ്യക്തിയെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു ഇവളെ വലിക്കണമെന്ന്. ഇത് ആത്മീക പ്രേമമാണ്, ഇത് വിശുദ്ധ പ്രേമമാണ്, ഇത് ജഡത്തിൻ്റേതല്ല. ഇതൊരു വ്യത്യാസമുള്ള സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവെന്നറിയണം. ദ ഹോളി ബൈബിൾ, അത് നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:17 തൊട്ട വാക്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറക്കണം, ഞാൻ ആരെ എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ പ്രേമം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഹൃദയദൃഷ്ടി തുറന്നിട്ട് അങ്ങനെയാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം എഴുതി തുടങ്ങുന്നത്. അപ്പം നമ്മളങ്ങനെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദ ഹോളി സ്പിരിറ്റ് മസ്റ്റ് ഓപ്പൺ ദി ഐസ് ഓഫ് ദ പീപ്പിൾ ഇൻ എവറി ജനറേഷൻ ടു ഗ്രാസ്പ് ദ പാഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഈ അമിതമായ സ്നേഹത്തെ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മൾ സ്നേഹം എല്ലാം കൂടി ഒന്നിച്ച് ഏറ്റുവെച്ച പരിശുദ്ധാത്മാവാണ്. സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. പക്ഷെ ഇത് മനുഷ്യന് സ്വീകരിക്കത്തക്ക വിധത്തിലാക്കുന്നത് പരിശുദ്ധാത്മ. എന്നാൽ ദുഷ്ടശക്തി ഇതെടുത്ത് ഉപയോഗിക്കും, മിസ്യൂസ് ചെയ്യാൻ. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കത്തില്ല. അപ്പോൾ എവിടെയാണ് നിൻ്റെ ഉറവ, അവിടം ശരിയായാൽ കാര്യം ശരിയാവും. പക്ഷെ അതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് മനുഷ്യരാരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഒറ്റ സത്യമുള്ളത് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. അതുകൊണ്ട് നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കുമ്പം ഹിസ് ഗ്രേറ്റ് ലവ് ഫോർ മാൻകൈൻഡ്, the divine mystery has everything to do with God's creation of us. ദൈവത്തിൻ്റെ അമിത സ്നേഹത്തിൻ്റെ ഒഴുക്ക് കൊണ്ടാണ് നമ്മളുണ്ടായത്. അതെങ്ങനെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്? അത് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞു പിടിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ്, ദൈവം തൻ്റെ സ്നേഹം പകരുകയാണ്. ഇത് പകരാൻ ഒരു പാത്രം വേണം. ആ സോഴ്സായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹം ഒഴുകുന്ന പാത്രമായിട്ടാണ് നമ്മളെല്ലാവരും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പം പിന്നെ ഈ വേദപുസ്തകം ഒരിക്കലും വായിക്കാത്തിരുന്ന് കുത്തിയിരുന്ന് വായിക്കുന്നത് കാണാം. ഞാൻ ചിലപ്പോൾ ഒക്കെ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് കയറിയിരുന്ന് വായിക്കുന്ന പോലെ തോന്നിക്കും. ഈ വചനം ഇത്ര റെക്കോർഡ് ചെയ്യുമ്പം പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ശക്തി ഇട്ട് പറയിപ്പിക്കും. ബിക്കോസ് ദർ ഇസ് എ പാഷൻ ഓഫ് ഹിസ് ലവ് പോറിങ് ഫ്രം ഹിം ഇൻ ടു അസ്. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനാണിത് സംസാരിക്കുന്നത്. അകത്തെ മനുഷ്യൻ്റെ ശക്തി നമ്മളാരും കറക്റ്റ് അറിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ആത്മാവിൽ ഇങ്ങനെ നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് എപ്പോൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ വചനാടിസ്ഥാനത്ത് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു യാത്രയാണ്, എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു യാത്ര, ഒരു വലിയ ജീവിത യാത്രയാണ് ഭൂമിയിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഉൽപ്പത്തി 1:2 ദ ബൈബിൾ ഓപ്പൺസ് വിത്ത് വുമൺ ആൻഡ് എ മാൻ. ശരിയല്ലേ? ബൈബിളിൽ തുടക്കുന്ന 1-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ചു. എന്തിനെ? ആദത്തിനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. ആദത്തിനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. അവർ രണ്ടും ഉണ്ട് ഒരാളിൽ. ഇൻ റെവലേഷൻ 21 and 22 ദ ബൈബിൾ ക്ലോസസ് വിത്ത് എ വുമൺ ആൻഡ് എ മാൻ. വെളിപ്പാടിൻ്റെ അവസാനമാകുമ്പം
പ്രാണപ്രിയ വരണേ, വേഗം വരണേ എന്ന് പറഞ്ഞാണ് മണവാട്ടി സഭ മണവാളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അവിടെയും റൊമാൻസാണ്. ദ ബൈബിൾ ഓപ്പൺസ് അപ്പ് വിത്ത് എ വെഡിങ്. ആദ്യത്തിനെ ഹവ്വായെ ഒന്നിച്ചാക്കിയത് ദൈവമാണ്. അതൊരു വെഡിങ്ങാണ്. ആൻഡ് ദ ബൈബിൾ എൻഡ്സ് അപ്പ് വിത്ത് എ വെഡിങ്. വെളിപ്പാടിൽ ക്രിസ്തുവും സഭയുമായിട്ടുള്ള വിവാഹമാണ്. ബൈബിൾ ഓപ്പൺസ് വിത്ത് എ മാരേജ്. ആദ്യത്തിന് ഹവ്വായെ കൊടുത്തത്, ആദ്യത്തിനകത്തുനിന്ന് എടുത്ത് പുറത്ത് കൊടുത്തത് ദൈവമാണ്. അവിടെ ഒരു മാരേജ് നടന്നു, മക്കളുണ്ടായി. ആൻഡ് വെളിപ്പാടിൽ എൻഡ്സ് അപ്പ് ഇൻ എ മാരേജ്. വെളിപ്പാടിനകത്ത് വിവാഹത്തിന് വിളിക്കുന്ന ഒരു ഭാഗം, ലാസ്റ്റിൽ ഒരു ഭാഗമുണ്ട്. അതായത് സഭ ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയ്ക്ക് വേണ്ടി, മണവാളന് വേണ്ടി വിളിച്ചു വരുത്തുന്നത്, വേഗം വരണമേ കർത്താവേ. അതായത് യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതന്. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്നു. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. ക്രിസ്തുവിനെ വരിക എന്ന് എവിടോട്ട്? ഭൂമിയിലോട്ട് വരാൻ വിളിക്കുകയാണ്. ക്രിസ്തുവിനെ വിളിക്കുകയാണ്. ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. വാങ്ങിക്കാണ്. അപ്പോൾ ഇവിടെയും ഒരു സ്നേഹബന്ധമാണ്. ഇത് സാക്ഷീകരിക്കുന്നതിന് അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ കർത്താവേ, യേശുവേ വേഗം വരണമേ, മറനാത്ത വേഗം വരണമേ. കർത്താവ് ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് കാണിക്കുന്നു, വിവാഹം കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് ഈ വിവാഹത്തിൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ ചെയ്യുന്നു. കാനാവിലെ കല്യാണത്തിന് ആദ്യം ചെയ്ത ശുശ്രൂഷ, ദൈവം തമ്പുരാൻ ചെയ്ത ആദ്യത്തെ മിറക്കിൾ അല്ലെ അതിശയം, കല്യാണത്തിന് വീഞ്ഞില്ല, വെള്ളത്തിന് വീഞ്ഞാക്കി കൊടുക്കും. അപ്പോൾ ജീവിതത്തിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്നത് പരിശുദ്ധാത്മാവാണ്. Our Bible is essentially a love story. God has authored the most incredible love story ever written. ഒരിക്കലും ആരും എഴുതാത്തതായ ലവ് ലെറ്ററാണ് ഈ വേദപുസ്തകം. നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുക. ഹൃദയമുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്, ചെവിയുള്ളവർ കേൾക്കട്ടെ, ആത്മാവുള്ളവർ. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അത് ഇത് സോങ് ഓഫ് സോങ്സ് പറയുന്നില്ലേ, എന്നെ ഒന്ന് വലിക്കണമെന്ന്. നമ്മളെന്നെ വലിക്കണമെങ്കിൽ ആത്മാവിൻ്റെ വലിയാണ്. ഇത് ആത്മാവിൻ്റെ ജഡത്തിൻ്റെ സ്നേഹമല്ല. ജഡത്തിൻ്റെ സ്നേഹത്തിന് ആരും വിളിക്കേണ്ട, അത് തന്നെത്താനെ വേലി ചാടി ഉറങ്ങിപ്പോകും നമ്മൾ. പക്ഷേ ഇവിടെ ആത്മാവിൻ്റെ ആകുമ്പം ആദ്യം ഒന്ന് വലിച്ചു കയറ്റണം തൻ്റെ കൊട്ടാരത്തിനകത്ത്. അവിടെ പറയുന്നുണ്ടല്ലോ, അവൻ എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമാകുന്നു. അവൻ പ്രേമ പരവശനായിരിക്കാൻ മുന്തിരിയുടെ വന്ന് എന്നെ ശക്തീകരിക്കുന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ എന്താണ് ആത്മാവിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നതാണ്. ദൈവവും തൻ്റെ ജനമായ സഭയും കൂടെ ചേർന്ന് നിൽക്കുമ്പം അവിടെ ഒരു മാരേജ് നടക്കുന്നു. ദ ഹെവൻലി റൊമാൻസ് ബിഗിൻസ് ഇൻ ജെനസിസ് 2. ഉൽപ്പത്തി 2 തുടങ്ങി. ദ ഡിവൈൻ റൊമാൻസ് ഇസ് കിൻഡിൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഈ സ്നേഹബന്ധത്തിന് തീ കത്തിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ പെന്തക്കോസ്ത് ദിവസത്തേക്ക് നമ്മൾ നോക്കിയിരിക്കുന്നവർ സന്തോഷത്തിൽ നിറയണം. ഒരു എക്സ്പെക്റ്റേഷൻ. അതായത് ഇപ്പം ഞാൻ പിള്ളേരെ കാണാൻ വേണ്ടി സ്റ്റേറ്റ്സിൽ പോകും, അമേരിക്കയിൽ പോകണം. ജൂൺ ജൂലൈ മാസത്തിൽ സാധാരണ പോകുന്നതിൽ കൂടുതൽ സന്തോഷം പോകുന്ന പ്രിപ്പറേഷനാണ്. എൻ്റെ ബ്രദറിൻ്റെ മോളിവിടെ വന്നിട്ടുണ്ട്. അവളിവിടെ വന്ന് നല്ല, പക്ഷേ അവൾ വരുന്ന ചിന്തകളും ആ പ്രിപ്പറേഷന് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് മാറിപ്പോയാൽ നമുക്ക് സങ്കടമാണ്. അതുപോലെ തന്നെയാണ് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് വരുന്നുള്ളത് ഷുവറാണ്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിന് ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കതിന് മുമ്പേ ദൈവം തരും. ഒരു മണവാളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ആ പീരിയഡ് ഒരു പ്രത്യേക പീരിയഡ്. മണവാട്ടിയുടെ ശബ്ദം കേൾക്കുന്ന ആ ടൈം ഒരു പ്രത്യേകത. വിവാഹം കഴിയുമ്പം വേറെ ഇതുവരെ ഇല്ലാത്ത വേറെ ചില സ്വഭാവങ്ങൾ അന്നേരം കാണാൻ തുടങ്ങി. ബട്ട് ദറ്റ് പീരിയഡ് ഓഫ് ബിട്രോത്തൽ, എൻഗേജ്മെൻറ്റ്. പിന്നെ 1 കൊരിന്ത്യർ 11 പറയുന്നില്ലേ, പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ബിട്രോത്ത് ചെയ്തിരിക്കുകയാണ്. ഇത് തന്നെ വേദപുസ്തകം. നമ്മൾ കാണുന്ന പോലെ അല്ല, ദൈവം കാണുന്ന വലിയ ശക്തമായി. ഈ പൗലോസൊക്കെ കിടന്ന് എന്നാ കഷ്ടം വന്നാലും സാരമില്ല എന്ന് പറയുന്നത് ആ വിശുദ്ധ സ്നേഹം കണ്ടു കഴിയുമ്പം ഈ ഡ്യൂപ്ലിക്കേറ്റ് ലവിനൊന്നും അവിടെ സ്ഥാനമില്ലെന്ന്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിൻ്റെ പകർച്ച വരണം. ഇത് വലിയൊരു ശക്തമായ പ്രവർത്തനം ദൈവം നമ്മളിൽ കൂടി അങ്ങ് തരികയാണ്. നമുക്ക് നോക്കാം, 2 കൊരിന്ത്യറിനകത്താണ്
കർത്താവിൻ്റെ ആത്മാവിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നമ്മളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് എ ബിട്രോത്തൽ. വിവാഹ നിശ്ചയം ചെയ്തിട്ട് ഇനി മണവാളന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമുക്ക്. അപ്പോൾ ഈ മണവാളിനെ അയക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ കാത്തിരിപ്പ്. എന്തിനാണ്? പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ യേശു ആരെന്ന് ഈ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന വിശുദ്ധ സ്നേഹത്തിലേക്ക് കയറണമെങ്കിൽ യേശു വരണം. അതിന് പരിശുദ്ധാത്മാവാണ് ക്രിയ ചെയ്യേണ്ടത്. തൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇച്ചിട്ട് ബലവും സ്നേഹവും ശക്തിയും വേണം. അത് തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അപ്പോൾ ജീവൻ്റെ ഉറവിടമാവുന്ന ദൈവം തൻ്റെ പാഷൻ, തൻ്റെ സ്നേഹം ഒഴുകാൻ വേണ്ടി, തരാൻ വേണ്ടി സൃഷ്ടിച്ചവരാണ് മനുഷ്യർ. പക്ഷേ നമ്മൾ ഏത് സ്റ്റേജിലെത്തിയിരിക്കുന്നത്? നമ്മൾ മറന്നുപോയി ഇതെല്ലാം. ആരെങ്കിലും എന്നും ഓർപ്പിക്കണം. ഒന്നും ഓർപ്പിച്ചില്ലേ എന്ന് നമ്മുടെ തന്നെ മക്കൾ ചിലപ്പം പറയും, മമ്മി ചെറുപ്പത്തിൽ ഒരിക്കലും ഞാൻ സുന്ദരനാന്ന് പറഞ്ഞിട്ടില്ലെന്ന്. സ്നേഹത്തിൻ്റെ മുറകിടമായ മക്കളെ കാണുമ്പം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമുക്ക് സ്നേഹം ഒഴുകും. പക്ഷേ വെർബലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, അവർക്കത് മനസ്സിലാകത്തില്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട്. അതുതന്നെയാണ് ഞാനിപ്പോൾ നികത്തുന്നത്. ദൈവം തൻ്റെ സ്നേഹം പകരുന്നത് തൻ്റെ പുത്രനിൽ കൂടെ, ആ പുത്രൻ തൻ്റെ സ്നേഹം പകരുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുമ്പം ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദിവസം, അതായത് പെന്തക്കോസ്തി ദിവസം എന്ന് പറയുമ്പം ക്രിസ്തുവിലുള്ള സ്നേഹം നമ്മളിൽ നിറഞ്ഞ് തുളുമ്പുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മ ഈ ഒരു കാലയളവിൽ വി ആർ ലിവിങ് ഇൻ എ ഗ്രേസ് പീരിയഡ് എന്ന് പറയും. കൃപയുടെ യുഗം. പല യുഗങ്ങളുണ്ടല്ലോ. അതിനു മുമ്പ് നിയമത്തിൻ്റെ ആയിരുന്നു, മോശ കഴിഞ്ഞപ്പോൾ നിയമം കഴിഞ്ഞു. അതിനു മുമ്പ് പ്രവാചകന്മാരുടെ ആയിരുന്നു. അപ്പോൾ ഈ യുഗങ്ങൾ പലതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ യുഗം കൃപയാണ്. ഈ കൃപയിൽ നമ്മുടെ എല്ലാ ബലഹീനതയും, സത്യത്തിൽ കൃപയുടെ നദിയിലാണ് നമ്മൾ ഒഴുകുന്നത്. അൾട്ടിമേറ്റ്ലി കൃപ വേണമപ്പ, കൃപ വേണമപ്പ, ഈ തോട്ടത്തിൽ നിൻ്റെ സാന്നിധ്യം വേണം, നീ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പം നമ്മൾ നമ്മുടെ ഭർത്താവിനെ വ്യത്യാസമായിട്ട് കാണും, ഭാര്യ വ്യത്യാസമാണ്. ഒരു കപ്പിൾ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ നിന്ന് ഭാര്യയ്ക്ക് നല്ല സൗന്ദര്യം, ഭർത്താവിന് ഒരു വലിയ സൗന്ദര്യമില്ല. ആദ്യകാലങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ കാണുന്നുണ്ട് ആത്മാവിൽ മകൾ പറഞ്ഞ് എന്നെ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുകയാണ്. ചങ്ങലയിട്ട് ആരാ? ഭർത്താവല്ല, ദുഷ്ടവിശ്വാസം, അലുപ്പച്ചെറുപ്പം തോന്നിപ്പിക്കുക. ആദത്തിൻ്റെ ഉള്ളിലിരിക്കേണ്ട അവയാണ്. അന്ന് ചങ്ങല വെട്ടിച്ച് നമ്മൾ പൊട്ടിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു പാട്ട് പാടുന്നത്, സർവ്വവും നിനക്ക് വേണ്ടി തരുന്ന നാഥ. ആ ഒന്നിച്ചവരിന്ന് പാട്ട് പാടുന്നതിന് ഇന്ന് ഓർമ്മ. സർവ്വവും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. എപ്പോഴാണ് ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അങ്ങോട്ട് മാറ്റുന്ന, ചങ്ങല അങ്ങോട്ട് പൊട്ടിച്ച് മാറ്റി അവർ ദൈവത്തിൻ്റെ ഇടതും വലതും, ദൈവത്തിൻ്റെ അങ്കിക്കകത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആദമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ആദത്തിനകത്താണ് അവ നിൽക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, എൻ്റെ ഭാര്യ വീട്ടിനകത്ത്, വീട്ടിന് പുറത്തെന്നല്ല, 128 തോന്നുന്നു, നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായി. ഇതൊക്കെ എത്ര വ്യക്തമായിട്ട് എഴുതിയാലും പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ തലേ കയറുത്. കയറിയാൽ തന്നെ ഓർക്കണമെങ്കിലും പരിശുദ്ധാത്മാവ് വരണം. ഈ വചനം എടുക്കുമ്പോൾ ആത്മാവ് ഓർപ്പിച്ച് തരുന്നുണ്ടില്ലേ. 128 യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ. യഹോവ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും, സിയോനിൽ അവനെ അനുഗ്രഹിക്കും. നിൻ്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും, നിൻ്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. ഇതിക്കുള്ള എന്ത് വേണം? അപ്പം ഭാര്യയെക്കുറിച്ച് പറയുന്നത് വീട്ടിനകത്താണ് അതിൻ്റെ വേര് നിൽക്കേണ്ടത്, പുറത്തല്ല. വേര് പുറത്തു പോയെങ്കിൽ കാര്യം ശരിയാകൂല. മെയിൻ സ്റ്റെമ്മ് വീട്ടിനകത്ത്, ശാഖകൾ പുറത്തു പോകും. നീ ഫലം കായ്ക്കണമെങ്കിൽ ഈ മുന്തിരിയെ നിന്ന് വീട്ടിനകത്ത് നിന്നിട്ട് ശാഖ കായ്ച്ചിട്ട് വിളവെടുത്ത് കയറി വാ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് അകത്ത് വരാനും പുറത്തു പോകാൻ അധികാരമുണ്ട്. പക്ഷെ നിൻ്റെ വേര് എന്നിലായിരിക്കണം, വേര് ശരിയാകണം. എൻ്റെ മുളയെക്കുറിച്ച് യെശയ്യാ 11 പറയുന്നില്ലേ, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ടും ആത്മാവിലിങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പറയുന്ന കേൾക്കുന്നില്ലേ. ആത്മാവ് 11:1 എങ്ങനെയാണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ വേരെ നിന്നാലല്ലേ ഫലം കായ്ക്കാനൊക്കത്തുള്ളൂ. അതുതന്നെയല്ലേ യോഹന്നാൻ്റെ 15 പറയുന്നത്. കർത്താവ് മുന്തിരി, നമ്മൾ മുന്തിരി വള്ളി, നിറച്ച് ഫലം കായ്ക്കാൻ ദൈവം നമ്മളെ ചെത്തിവെടിപ്പാക്കട്ടെ. കുടുംബജീവിതം ഐശ്വര്യമാക്കി തന്നിരിക്കുന്നു. എടുക്ക്, ടേക്ക് ഇറ്റ്, ഇസ് ഗ്രാൻഡഡ് ടു യു.
നാഥ എത്ര സ്നേഹത്തിലാണ് നിൻ്റെ പാഷൻ. ഇതൊക്കെ പറയാൻ ആത്മാവ് അങ്ങ് വെമ്പൽ കൊള്ളുന്ന എന്തൊരു സ്നേഹമാണ് നീ ഒഴുക്കുന്നത്. ഇതുപോലെ അനേക കുടുംബങ്ങളോട് ചെല്ലണം. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറണം. വെള്ളത്തിൽ കുളിച്ച് കർത്താവേ, നദി അത്ര പൊക്കത്തിൽ ഇറങ്ങിയ ഒരു വീടിൻ്റെ ഭിത്തികൾ കാണൂല. മതിലുകൾ മനുഷ്യൻ കെട്ടിവെച്ചതെല്ലാം വെള്ളപ്പൊക്കം വരുമ്പം ഒന്നും കാണത്തില്ല. അതുപോലെ നിൻ്റെ നദി ഒഴുകിയാലേ ശരിയാകത്തുള്ളൂ. നിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒഴുക്കണമേ. നദി ഒഴുകട്ടെ അപ്പച്ച, ജീവനദി, സ്നേഹത്തിൻ്റെ നദി, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പാഷൻ ഞങ്ങളാണ്. നിൻ്റെ പ്രമോദം മനുഷ്യമക്കളോടുകൂടിയാണ്. ദൈവം തൻ്റെ സ്നേഹത്തിൽ സൃഷ്ടിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് ദുഷ്ടപിശാച് ഇല്ലാതാക്കാൻ, തലമുറകളെ നശിപ്പിക്കാൻ അവനെ അടിച്ചു മാറ്റിയത് ക്രൂശിന്മേലാണ്. ആ ജയം ഞങ്ങൾ കുടുംബങ്ങളിൽ പ്രഖ്യാപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടി ഇവൻ്റെ സകല തന്ത്രവും തീർന്നിരിക്കുന്നു. പാമ്പിനെയും തേളിനെയും ചവിട്ടാനുള്ള അധികാരം തന്നിരിക്കുന്നു. അതിനത് ചെയ്തെടുത്തതിനാൽ നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് ഒന്നിച്ചാക്കിയിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ.